നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആക്രമണം. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെയാണ് പഞ്ചായത്തിലെത്തിയ ആൾ ആക്രമിച്ചത്. ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 3-ന് ആരംഭിക്കും. ദിവസവും രാവിലെ 9:30 മുതൽ 11:45 വരെയാണ് SSLC പരീക്ഷ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഇരിങ്ങാലക്കുടയിൽ നടന്നു. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആക്രമണം. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെയാണ് പഞ്ചായത്തിലെത്തിയ ആൾ ആക്രമിച്ചത്. മടത്തുംപടി സ്വദേശിയായ ജോസ് എന്നയാളാണ് ആക്രമിച്ചതെന്നാണ് അറിയുന്നത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. പ്രസിഡന്റ് ഡെയ്സി മാള സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 3-ന് ആരംഭിക്കും. ദിവസവും രാവിലെ 9:30 മുതൽ 11:45 വരെയാണ് SSLC പരീക്ഷ. +2 പരീക്ഷ ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 4:15 വരെയാണ്. പരീക്ഷകൾ 26-ന് അവസാനിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഇരിങ്ങാലക്കുടയിൽ നടന്നു. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കമ്പനിയായ ഐഡിയയിൽ ചേർന്നിട്ടുള്ള BA എന്ന് പറയുന്ന വോഡാഫോൺ ഐഡിയ എന്ന് പറയുന്ന കമ്പനി, മറ്റൊന്ന് എയർടെൽ, ഭാരതി എയർടെൽ, മറ്റൊന്ന് BSNL. അപ്പൊ നിങ്ങൾ ആരോടാണ് മത്സരിക്കുന്നതെന്നുള്ള കൃത്യമായ ഒരു ബോധ്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നിങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ നെറ്റ്വർക്കിൽ മറ്റേതെങ്കിലും MSOയുടെ സിഗ്നലുമായി വന്നിട്ടുള്ള ഒരു ചാക്കോച്ചനെയോ അല്ലെങ്കിൽ ഒരു വർഗീസിനെയോ അല്ലെങ്കിൽ ഒരു മൊയ്തീൻകുട്ടിനെയോ അല്ലെങ്കിൽ ഒരു ജയകൃഷ്ണനെയോ ഒക്കെയാണ്. യഥാർത്ഥത്തിൽ മത്സരം നിങ്ങൾ അവർ തമ്മിലല്ല. മത്സരം കേരള വിഷനും റിലയൻസും തമ്മിലാണ്. മത്സരം കേരള വിഷനും വോഡാഫോൺ ഐഡിയയും തമ്മിലാണ്. മത്സരം കേരള വിഷനും ഭാരതി എയർടെലും തമ്മിലാണ്. മത്സരം കേരള വിഷനും BSNL തമ്മിലാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P ആന്റണി, CJ ജോസ്, TCV ഫൈനാൻസ് ഡയറക്ടർ ജോർജ് ലിയോ, തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ് എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടി, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCCL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ ഡയറക്ടർ P ഗോപകുമാർ, കൺവീനർ മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇറച്ചി വിറ്റ് പണം ലഭിക്കുന്നതിനായി തട്ടുകടക്കാരനെ കടയിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. എടത്തിരിഞ്ഞി പോത്താനി സ്വദേശിയായ കൊച്ചുവീട്ടിൽ നിഷാദിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട കാട്ടൂർ ബീവറേജിന് സമീപം തട്ടുകട നടത്തുന്ന എടത്തിരിഞ്ഞി സ്വദേശിയായ അണകുത്തിപ്പറമ്പിൽ വീട്ടിൽ സിജേഷിനെ തട്ടുകടയിലെത്തി പണം ആവശ്യപ്പെട്ട് ആക്രമിച്ചത്. സംഭവത്തിൽ സിജേഷിന് വയറിൽ ഗുരുതരമായ പരിക്കുപറ്റി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സിജേഷ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ നിഷാദിനെ എടത്തിരിഞ്ഞിയിൽ നിന്നാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർ ശ്രീധരൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഉമേഷ് KV, സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്തമ്മ, കൃഷ്ണദാസ്, രജീഷ്, ശരത്, ഫ്രെഡി, റോയ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിന്റെ ഭാഗമായുള്ള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം സംവിധാനത്തിന്റെ ഭാഗമായി പോലീസ് സേവനങ്ങൾ 100-ൽ നിന്ന് 112 എന്ന നമ്പറിലേക്ക് മാറ്റി. പോലീസ്, ഫയർ, ആംബുലൻസ് അങ്ങനെ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും 112 എന്ന നമ്പറിൽ ഇനി വിളിക്കാം. കേരള പോലീസ് ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിൽ എവിടെ നിന്ന് 112ലേക്ക് വിളിച്ചാലും തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തെ കേന്ദ്രീകൃത കൺട്രോൾ റൂമിലേക്കാവും കോൾ എത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ
അതിവേഗം വിവരങ്ങൾ ശേഖരിച്ച് സേവനമെത്തേണ്ട സ്ഥലത്തിന് സമീപമുള്ള പോലീസ് വാഹനത്തിലേക്ക് സന്ദേശം കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. GPS സഹായത്തോടെ ഓരോ പോലീസ് വാഹനവും എവിടെയുണ്ടെന്ന് കൺട്രോൾ റൂമിൽ അറിയാനാകും. ആ വാഹനത്തിൽ ഘടിപ്പിച്ച ടാബിലേക്കാണ് സന്ദേശം എത്തിക്കുന്നത്. ഇതനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിവേഗം പ്രവർത്തിക്കാം. ജില്ലാ കൺട്രോൾ റൂമിലേക്കും സമാനമായി സന്ദേശം നൽകും. ഔട്ട്ഗോയിങ് സൗകര്യമില്ലാത്തതോ താൽക്കാലികമായി പ്രവർത്തനരഹിതമായിരിക്കുന്നതോ ആയ നമ്പറുകളിൽ നിന്ന് പോലും 112 എന്ന നമ്പറിലേക്ക് വിളിക്കാം. മൊബൈൽ ഫോണുകളിൽ നിന്നും ലാൻഡ് ഫോണിൽ നിന്നും ഈ സൗകര്യം ലഭ്യമാണ്. പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിലെ SOS ബട്ടൺ വഴിയും നിങ്ങൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം. അടിയന്തര സഹായങ്ങൾക്ക് വേണ്ടി മാത്രം ഈ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 50ാമത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോളേജ് ഡേ ആഘോഷിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പിണിക്കാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. 50 വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് അതിൻ്റെ ഗോൾഡൻ ജൂബിലിയിൽ കൂടെ കടന്നു പോകുന്നു ഈ സ്ഥാപനം. ഒരു പക്ഷേ ഒരു കാലത്ത് ഇവിടെയുള്ള യുവത്വത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു സ്ഥലമില്ലാതിരുന്നപ്പോൾ ആ സ്ഥലമൊരുക്കി ഈ നാടിനെ അറിവിൻ്റെ ലോകത്തിലേക്ക് പിടിച്ചുയർത്തിയ ഒരു സ്ഥാപനമാണ് ഇത്. അതിൽ പങ്കുപറ്റിയുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പനപ്പള്ളി കോളേജിലൊന്നും സീറ്റ് കിട്ടില്ല എങ്കിലും ഇവിടെ ആളുകൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം വളരെ സുന്ദരമായി നടന്ന് കഥകൾ പറയാനുണ്ട് 50 വയസ്സെത്തിയ ഈ അമ്മയ്ക്ക്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ആഘോഷത്തിലേക്ക്, ഈ കോളേജിലെ ആഘോഷത്തിലേക്ക്, ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. മനുഷ്യ മനസ്സിനെ പോലെ മായാജാലം കാണിക്കുന്ന എന്താണ് ഈ ലോകത്തുള്ളത്? മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, PSC അംഗം അഡ്വക്കേറ്റ് CB സ്വാമി എന്നിവർ വിശിഷ്ടാതിഥികൾ ആയിരുന്നു. കോളേജ് മുൻ പ്രിൻസിപ്പലും മാനേജറുമായിരുന്ന ജോൺ കൊള്ളന്നൂരിനെ ചടങ്ങിൽ ആദരിച്ചു. ഫാദർ ഷിജോ തറയിൽ, വാർഡ് മെമ്പർ ലിസി സേവ്യർ, അഡ്വക്കേറ്റ് പോളി ആന്റണി, കോളേജ് ചെയർമാൻ PB നിരഞ്ജൻ, പ്രിൻസിപ്പൽ EJ ജോളി, AR ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മ്യൂസിക് ഫ്യൂഷൻ സീരിയൽ ആർട്ടിസ്റ്റും മിസ് കേരള മലയാളി മംഗ അംഗീകാരം നേടിയ ശ്രീലക്ഷ്മി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നെടുങ്ങാണം മഹല്ല് കനിവ് ജീവകാരുണ്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മിഷൻ കോൺഫിഡൻസ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത മോട്ടിവേറ്റർ ഫയാസ് ഹബീബ് ക്ലാസിന് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് ഇസ്മായിൽ, സെക്രട്ടറി VS സുബൈർ, കനിവ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് റാഫി, സെക്രട്ടറി റിയാസ് വെളുത്തേരി, കരീം വാഴക്കാമടം, ഷംസുദ്ദീൻ മഞ്ഞന, ഷഫീർ, ഹനീഫ, റഷീദ്, മുഹമ്മദ് യാസിർ, സാദിഖ് മൗലവി, ഷുക്കൂർ, മൂസിൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ പഠനം, നമ്മുടെ പഠനത്തിനപ്പുറത്തേക്ക് നമ്മുടെ ജനനം, നമ്മൾ ജനിച്ചു ഈ ലോകത്ത്. കണ്ണടക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മൈൻഡിലോട്ട് കൊണ്ടുവരാന്നുള്ളത്. നമ്മൾ ലോകത്ത് ജനിച്ച് നമ്മൾ ജനിക്കാനുണ്ടായ കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പാരന്റ്സ് ആണ്, നമ്മുടെ ഉപ്പയാണ്, ഉമ്മയാണ്. ഈ രണ്ടുപേരും നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ച് അറിയാനും നമ്മളെ കുറിച്ച് സ്വപ്നം കാണാനും ഈ ലോകത്ത് ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ്സ് മാത്രമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആക്രമണം. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെയാണ് പഞ്ചായത്തിലെത്തിയ ആൾ ആക്രമിച്ചത്. ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 3-ന് ആരംഭിക്കും. ദിവസവും രാവിലെ 9:30 മുതൽ 11:45 വരെയാണ് SSLC പരീക്ഷ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഇരിങ്ങാലക്കുടയിൽ നടന്നു. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.